ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മോളിവുഡിൻ്റെ അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം. OTTയിൽ റിലീസായതും റിലീസാകാൻ പോകുന്നതുമായ മൂവികളെ കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക. അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. ഫസ്റ്റത്തേത് ഒരു മലയാളം മൂവിയാണ്, റിട്ടൺ ആൻഡ് ഡയറക്ടഡ് ബൈ ഗോഡ്. ഫെബി ജോർജിന്റെ സംവിധാനത്തിൽ സൈജു കുറുപ്പ്, സണ്ണി വെൻ എന്നിവർ പ്രധാന വേഷത്തിലെത്തിയ ഒരു ഫാന്റസി കോമഡി ഫിലിമാണ് റിട്ടൺ ആൻഡ് ഡയറക്ടഡ് ബൈ ഗോഡ്. ജോമോൻ ജോൺ, ലിൻഡോ ദേവസ്യ, റോഷൻ വർഗീസ് എന്നിവരും ഇതിൽ പ്രധാന വേഷങ്ങളിലെത്തുന്നു. ഒരു സിനിമ സംവിധായകൻ അദ്ദേഹത്തിന്റെ ആദ്യത്തെ ചിത്രം ഹിറ്റാവുകയും പിന്നീട് വന്ന സിനിമകൾ പരാജയപ്പെടുകയും ചെയ്തു. ഇതുമൂലം അദ്ദേഹം നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങളാണ് ഈ സിനിമയുടെ ഇതിവൃത്തം. മനോരമ മാക്സ് ആണ് ഈ മൂവിയുടെ കമ്മിങ് സൂൺ പോസ്റ്റർ പുറത്തുവിട്ടിരിക്കുന്നത്. മാർച്ച് മാസം ലാസ്റ്റ് വീക്കിനുള്ളിൽ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അടുത്ത മലയാളം മൂവി കർത്താവ് ക്രിയ കർമ്മം. അഭിലാഷ് S തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത് R ഹരിലാൽ പ്രധാന വേഷത്തിലെത്തിയ ഒരു ത്രില്ലർ മൂവിയാണ് കർത്താവ് ക്രിയ കർമ്മം. ഫിലിം ക്രിറ്റിക്സിന്റെ സ്പെഷ്യൽ ജൂറി അവാർഡ് ഈ സിനിമയിൽ R ഹരിലാലിന്റെ പ്രകടനത്തിന് ലഭിച്ചു. മനോരമ മാക്സ് ആണ് ഈ മൂവിയുടെ കമ്മിങ് സൂൺ പോസ്റ്റർ പുറത്തുവിട്ടിരിക്കുന്നത്. അടുത്ത ആഴ്ച റിലീസ് ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അടുത്തൊരു ഹിന്ദി മൂവിയാണ് മർദാനി 3. റാണി മുഖർജി കേന്ദ്ര കഥാപാത്രമായി പോലീസ് വേഷത്തിലെത്തിയ ഒരു ആക്ഷൻ ത്രില്ലർ മൂവിയാണ് മർദാനി 3. ഇതിൽ റാണി മുഖർജിയെ കൂടാതെ മല്ലിക പ്രസാദും പ്രധാന വേഷത്തിലെത്തുന്നു. അഭിരാജ് മിനാവാല സംവിധാനം ചെയ്ത ഈ മൂവി ആദിത്യ ചോപ്രയുടെ യാഷ്രാജ് ഫിലിംസ് ആണ് നിർമ്മിച്ചത്. കുട്ടികൾക്കും സ്ത്രീകൾക്കും എതിരെയുള്ള അതിക്രമങ്ങൾക്കെതിരെയുള്ള പോരാട്ടമാണ് ഈ സിനിമയുടെ പ്രമേയം. 2026 ജനുവരി 30 റിലീസ് ചെയ്ത ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത് നെറ്റ്ഫ്ലിക്സ് ആണ്. മാർച്ച് 27 മുതൽ ഈ മൂവി OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തതൊരു മലയാളം മൂവിയാണ് ആശകൾ 1000. സിനിമയ്ക്ക് തിയേറ്ററിൽ നിന്നും സമ്മിശ്ര പ്രതികരണമാണ് ലഭിച്ചത്. സിനിമയുടെ ആദ്യ പകുതി നല്ല രസകരമായ രീതിയിലും രണ്ടാം പകുതി വൈകാരിക നിറഞ്ഞതുമാണെന്നാണ് പ്രേക്ഷക പ്രതികരണം. ഗോകുലം ഗോപാല നിർമ്മിച്ച് ജയറാം, കാളിദാസ് ജയറാം, ആശ ശരത് എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി G പ്രജിത്ത് സംവിധാനം ചെയ്തൊരു ഫാമിലി ഫീൽ ഗുഡ് മൂവിയാണ് ആശകൾ 1000. C5 ആണ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയിരിക്കുന്നത്. മലയാളം കൂടാതെ തമിഴ്, തെലുങ്ക് ഭാഷകളിൽ മാർച്ച് ലാസ്റ്റ് വീക്ക് മുതൽ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അടുത്തതൊരു ഇംഗ്ലീഷ് മൂവിയാണ് ഗുഡ് ലക്ക് ഹാവ് ഫൺ ഡോണ്ട് ഡൈ. ഒരു സംഘം ആളുകൾ നമ്മുടെ ഭാവിയെ നശിപ്പിക്കാൻ വരുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ തടയാൻ ശ്രമിക്കുന്നതാണ് സിനിമയുടെ പ്രമേയം. ഒരു സയൻസ് ഫിക്ഷൻ ഡാർക്ക് കോമഡി ത്രില്ലർ ചിത്രമായ ഗുഡ് ലക്ക് ഹാവ് ഫൺ ഡോണ്ട് ഡൈ ആമസോൺ പ്രൈം വീഡിയോസിലൂടെ റെന്റ് ഓപ്ഷനിൽ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്തൊരു തമിഴ് മൂവിയാണ് ഫോർത്ത് ഫ്ലോർ. LR സുന്ദരപാണ്ഡ്യന്റെ സംവിധാനത്തിൽ ആര്യ അർജുൻ, പവിത്ര അരവിന്ദ് എന്നിവർ പ്രധാന വേഷത്തിലെത്തിയ ഒരു സൈക്കോളജിക്കൽ മിസ്റ്ററി ത്രില്ലർ മൂവിയാണ് ഫോർത്ത് ഫ്ലോർ. സോഫ്റ്റ്വെയർ എഞ്ചിനീയറായ ധീരൻ തന്റെ കാമുകിയുടെ ആവശ്യപ്രകാരം ചെന്നൈയിലെത്തുകയും അവിടെ ഒരു അപ്പാർട്ട്മെന്റിൽ 4ാം നിലയിൽ 4A ഫ്ലാറ്റിൽ താമസിക്കുകയും ആ ഫ്ലാറ്റിൽ നിന്നും അദ്ദേഹത്തിനുണ്ടാകുന്ന ഭീതിപ്പെടുത്തുന്ന അനുഭവങ്ങളുമാണ് ഈ സിനിമയുടെ പ്രമേയം. സൺ നെക്സ്റ്റ് ആണ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. മാർച്ച് 20 മുതൽ ഈ മൂവി OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തൊരു ഇംഗ്ലീഷ് വെബ് സീരീസ് ആണ് പീക്കി ബ്ലൈൻഡേഴ്സ് ദ ഇമ്മോർട്ടൽ മാൻ. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ഷെൽബി കുടുംബം നടത്തുന്ന പോരാട്ടങ്ങളാണ് ഈ സിനിമയുടെ പ്രമേയം. ടോം ഹാർപ്പർ സംവിധാനം ചെയ്യുന്ന ഈ മൂവി നെറ്റ്ഫ്ലിക്സിലൂടെ മാർച്ച് 20 മുതൽ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്ത മലയാളം മൂവി ആശാൻ. ഇന്ദ്രൻസിനെ നായകനാക്കി ഗപ്പി, അമ്പിളി എന്നീ സിനിമകളുടെ സംവിധായകൻ ജോൺ പോൾ ജോർജ് സംവിധാനം ചെയ്ത മൂവിയാണ് ആശാൻ. ഈ ചിത്രത്തിൽ ഇന്ദ്രൻസിനെ കൂടാതെ ജോമോൻ ജ്യോതിർ, മദൻ ഗൗരി എന്നിവരും ഇതിൽ പ്രധാന വേഷങ്ങളിലെത്തുന്നു. ചിത്രത്തിൽ ഇന്ദ്രൻസ് അവതരിപ്പിച്ച ആശാൻ എന്ന കഥാപാത്രം വലിയ പ്രശംസ പിടിച്ചുപറ്റി. ഇന്ദ്രൻസിന്റെ മികച്ച വേഷങ്ങളൊന്നായാണ് ഈ വേഷം വിലയിരുത്തപ്പെടുന്നത്. ഒരു കോമഡി ഫിലിമായ ആശാൻ ദുൽഖർ സൽമാന്റെ വാഫർ ഫിലിംസ് ആണ് കേരളത്തിൽ പ്രദർശനത്തിന് എത്തിക്കുന്നത്. ആമസോൺ പ്രൈം വീഡിയോസ് ഈ മൂവിയുടെ OTT റൈറ്റ് സ്വന്തമാക്കിയെന്നുള്ള അൺഒഫീഷ്യൽ റിപ്പോർട്ടുകളുണ്ട്. അങ്ങനെയാണെങ്കിൽ മൂവി മാർച്ച് മാസം ലാസ്റ്റ് വീക്കോടെ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കുമെന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. അടുത്തൊരു കന്നഡ മൂവിയാണ് വളവാര. സുധൻ ഗൌഡയുടെ സംവിധാനത്തിൽ വേദിക് കൗശൽ, മാസ്റ്റർ ഷായൻ, ഹർഷിത് R ഗൌഡ എന്നിവർ പ്രധാന വേഷത്തിലെത്തിയ ഫാമിലി ഡ്രാമ ഫിലിമാണ് വലവാര. ഗ്രാമീണ പശ്ചാത്തലത്തിൽ തുടങ്ങിയിട്ടുള്ള ഈ മൂവിയിൽ ഹൃദയസ്പർശിയായ കഥയാണ് പറയുന്നത്. സൺ നെക്സ്റ്റ് ആണ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. മാർച്ച് 20 മുതൽ ഈ മൂവി OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തൊരു മലയാളം വെബ് സീരീസ് ആണ് കാസർഗോഡ് എംബസി. അതീഷ് M നായരുടെ സംവിധാനത്തിൽ അബു സലീം, കബീർ ദുഹാൻ സിംഗ്, ദീപക് പറമ്പോൾ, സുധീഷ്, ദിനേഷ് പ്രഭാകർ എന്നിവർ പ്രധാന വേഷത്തിലെത്തിയ ക്രൈം ത്രില്ലർ വെബ് സീരീസ് ആണ് കാസർഗോഡ് എംബസി. ഈ സീരീസിന്റെ ട്രെയിലർ പുറത്തിറക്കിയിരിക്കുന്നത് മമ്മൂട്ടി കമ്പനിയാണ്. അബു സലീം വ്യത്യസ്തമായ റോളിലെത്തുന്ന പ്രത്യേകതയും ഈ സീരീസിനുണ്ട്. 7 എപ്പിസോഡുള്ള ഈ സീരീസ് മാർച്ച് 20 മുതൽ C5ലൂടെ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തതൊരു ഇംഗ്ലീഷ് മൂവിയാണ് ഡെഡ് ഓഫ് വിന്റർ. എമ്മ തോംസൺ പ്രധാന വേഷത്തിലെത്തിയൊരു ക്ലാസിക് ക്രൈം ത്രില്ലർ സർവൈവൽ മൂവിയാണ് ഡെഡ് ഓഫ് വിന്റർ. ലയൺസ്ഗേറ്റ് പ്ലേ ആണ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയിരിക്കുന്നത്. മാർച്ച് 20 മുതൽ ഈ മൂവി OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തൊരു ഇംഗ്ലീഷ് മൂവിയാണ് എ ഡിഫറൻറ്റ് മാൻ. ആറോൺ ഷിംബർഗ് സംവിധാനം ചെയ്ത ഒരു സൈക്കോളജിക്കൽ ഡാർക്ക് കോമഡി ചിത്രമാണ് എ ഡിഫറൻറ്റ് മാൻ. നെറ്റ്ഫ്ലിക്സിലൂടെ മാർച്ച് 20 മുതൽ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. രൺവീർ സിംഗിനെ കേന്ദ്ര കഥാപാത്രമാക്കി ആദിത്യദർ ഒരുക്കുന്ന ഒരു സ്പൈ ആക്ഷൻ ത്രില്ലർ മൂവിയാണല്ലോ ദുരന്തർ 2. ഈ മൂവിയുടെ ലേറ്റസ്റ്റ് ആയ പ്രീ ബുക്കിംഗ് ഡീറ്റെയിൽസ് ഇപ്പോൾ പുറത്തുവന്നിരിക്കുകയാണ്. ഇന്ത്യയിൽ ഫസ്റ്റ് ഡേ 6.25 lakh ടിക്കറ്റ് സോൾഡ് ഔട്ടായി
24.5 crore ക്രോസ് ചെയ്തു. ഇന്ത്യയിലെ പെയ്ഡ് പ്രിവ്യൂവിൽ നിന്നും 38.5 crore ലഭിച്ചിരുന്നു. ഇപ്പോൾ ഇത് വേൾഡ് വൈഡ് പ്രീ ബുക്കിംഗ് ഡീറ്റെയിൽസ് ഇപ്പോൾ പുറത്തുവന്നിരിക്കുകയാണ്. റെക്കോർഡ് എമൗണ്ട് ആണ് ക്രോസ് ചെയ്തിരിക്കുന്നത്. 12.5 lakh ടിക്കറ്റ് സോൾഡ് ഔട്ട് ആയി 130 crores ക്രോസ് ചെയ്തിരിക്കുകയാണ്. 150 crore എന്ന റെക്കോർഡ് തുകയ്ക്കാണ് ജിയോ ഹോട്ട്സ്റ്റാർ ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. മാർച്ച് 19 റിലീസാവുന്ന ഈ മൂവി നിങ്ങൾ കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റായി രേഖപ്പെടുത്തുമല്ലോ. ഇതൊരു മലയാള മൂവിയാണ് അനോമി. ഭാവനയെ കേന്ദ്ര കഥാപാത്രമാക്കി റിയാസ് മരാത്ത് സംവിധാനം ചെയ്തൊരു ക്രൈം ത്രില്ലർ മൂവിയാണ് അനോമി. ഈ ചിത്രത്തിൽ ഭാവനയെ കൂടാതെ റഹ്മാൻ, ബിനു പപ്പു, ഷെബിൻ ബെൻസൺ, അർജുൻ ലാൽ എന്നിവർ ഇതിൽ പ്രധാന വേഷത്തിലെത്തുന്നു. ആമസോൺ പ്രൈം വീഡിയോസ് ആണ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. മാർച്ച് മാസം 20 OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കുമെന്നുള്ള അൺഒഫീഷ്യൽ റിപ്പോർട്ടുകളുണ്ട്. അടുത്തൊരു തെലുങ്ക് മൂവിയാണ് ജഡാധാര. വെങ്കട്ട് കല്യാൺ സംവിധാനം ചെയ്ത് സുധീർ ബാബു, സൊനാക്ഷി സിൻഹ എന്നിവർ പ്രധാന വേഷത്തിലെത്തിയ ഒരു മിസ്റ്ററി ത്രില്ലർ ചിത്രമാണ് ജഡാധാര. C5 മാർച്ച് 20 മുതൽ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും.